നിന്നെ ഞാൻ എന്ത് വില എടുത്തും തോപ്പിക്കും. ഇത്രയും നേരം ഇത് പറഞ്ഞോണ്ട് ഇത്രയും നേരം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. വലിയ അങ്ങനെ നിൽക്കുന്ന ഇലക്ഷൻ നിൽക്കണം ഒരു ആഗ്രഹം വലിയ ഇതുണ്ടായിരുന്നില്ല. എല്ലാ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിന്നതാണ്. ഇനി നീ ഇപ്പൊ ഈ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇലക്ഷനിൽ നിൽക്കുകയും ചെയ്യും, ഞാൻ ജയിക്കുകയും ചെയ്യും. ഞാൻ കാണിച്ചു തരാം. നീ വിവരം അറിയണം. ഞാൻ കാണിച്ചു തരാം. നീ ഇലക്ഷനിൽ നിന്ന് നോക്കടാ. ഞാൻ ജയിച്ച് കാണിച്ചു തരാം. 8 നില ഞാൻ പൊട്ടിക്കൂടാ. ഞാൻ ജയിച്ച് കാണിച്ചു തരാം. നീ ജയിച്ച് കാണിക്കണോ? നിന്നെ തോപ്പിച്ച് ഞാൻ കാണിച്ചു അവളെ ഒന്ന് സൽക്കരിക്കാൻ നടക്കണം. ആരുടെ അവൻ നിന്റെ? അവൻ എന്താണ് എന്നെ പറ്റി വിചാരിച്ചേക്കണേ? അവനെ ഞമ്മളെ അമ്പിളിച്ചേട്ടനാ. എനിക്കവ ആരുമല്ല. പണ്ടെങ്ങാണ്ട് എന്റെ കൂടെ പള്ളിക്കൂടത്തിൽ പഠിച്ചെന്ന് പറഞ്ഞ് അവനങ്ങനെ എത്ര നാളുകൂടി കാണുന്നത് എന്ത് മര്യാദ ഇല്ലാതെ അയാളോട് പെരുമാറി. ഈ ഒരു കാര്യം ചെയ്യും. അവനെ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ സ്വീകരിച്ച് അകത്ത് കിട്ടുന്നുണ്ട്. എനിക്ക് ക്ലീറ്റോനെ പോലെ വന്ന വഴി മറക്കാനൊന്നും പറ്റില്ല. അവൻ നിന്നെ തലേ ചുമന്നോണ്ട് നടന്നോ? തലേ ചുമന്നിട്ട് നടക്കണ മാത്രമല്ല സ്നേഹം. പരീക്ഷ ഹാളിൽ വെച്ചിട്ട് എന്റെ പെൻസിൽ കളഞ്ഞു പോയപ്പോഴത്തേനും ആ ചേട്ടൻ എനിക്ക് പെൻസിൽ ഒന്ന് സഹായിച്ചത്. ഓഹോ, ഒരു പെൻസിൽ വാങ്ങിച്ചു കൊടുത്താൽ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. ഇനി അതിന്റെ പേരും പറഞ്ഞ് അവൻ ഈ പടി ചവിട്ടിയാലുണ്ടല്ലോ അവന്റെ കാലിനെ ഞാൻ അടിച്ചു പിടിക്കും. ക്ലീറ്റോന് എന്താ ക്ലീറ്റോ പൊട്ടം കടിച്ചോ നിങ്ങളെ? എന്നെ കടിച്ചടി, എന്നെ കടിച്ചു പൊട്ടൻ. അതെ, ഇപ്പൊ എനിക്ക് വാശി ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. ഇനി എന്ത് വില കൊടുത്തും ഈ അലവലാതെ ഞാൻ തോപ്പിച്ചിരിക്കും. നീ നോക്കിക്കോ. അനേകം ഭ്രാന്ത് കണ്ടിട്ടുണ്ട്. ഇത് വല്ലാത്ത ഭ്രാന്തായി പോയല്ലോ ദൈവമേ. ഇനി ഈ ഇരിക്കുന്ന ഇത്ര നോട്ടീസല്ലേ ബാക്കിയുള്ളൂ. ഇതും കൂടെയൊക്കെ ബാക്കി എവിടെയും ഒട്ടിക്കണം. എന്തായാലും നമ്മളെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ നല്ലതായ. ഇപ്പൊ അത് വെച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ നീ ജയിച്ചു കഴിഞ്ഞു. എങ്കിൽ പോലും ചെറിയൊരു തടസ്സമുണ്ട്. ആ ലക്ഷ്മണം ഉള്ള അത് നമുക്ക് ഒതുക്കാം. പിന്നെ നമുക്ക് അതല്ല ഇപ്പം വേണ്ടത്. നമുക്ക് എന്ത് വില കൊടുക്കണം അമ്പിളിക്കുട്ടനെ തോപ്പിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടി ഏതറ്റം വരെ നമ്മൾ പോകാൻ തയ്യാറാവണം. പിന്നെ പോസ്റ്റർ അവൻ എവിടെ ഒട്ടിക്കണ കണ്ടാലും അത് അപ്പം തന്നെ 1 സെക്കൻഡ് പോലും അത് അവിടെ ഇരിക്കാനുള്ള സമയം കൊടുക്കില്ല. വലിച്ചു കീറുക, നമ്മളത് ഒട്ടിക്കുക. അതിനുള്ള ആൾക്കാരെ ഏർപ്പാടാക്കി കഴിഞ്ഞു. പിന്നെ കോമള പറ്റുമെങ്കിൽ അവനെ പറ്റി കുറച്ച് ചൂടും വാർത്തകളൊന്ന് അടിച്ചിറക്കാൻ നോക്കിയാണ്. ചൂടൻ വാർത്ത അഭിഹിതം അത് പറഞ്ഞ പോരെ. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേ വരെ നമ്മളെ സീരിയൽ രംഗത്ത് വന്നിട്ടുള്ള അതിനേക്കാളും വളരെ മോശമായ രീതിയിൽ വേണം അത് ഇറക്കാൻ. ഒറ്റ പെണ്ണുങ്ങൾ അവൻ വോട്ട് ചെയ്യുന്നു. അവൻ ഈ 5-ാം വാർഡ് മാത്രല്ല വീടിന്റെ പുറത്തിറങ്ങില്ല. ആ ടൈപ്പ് സാധനം ഇറക്കും. അത് നല്ലതാ. അത് വേണം. അങ്ങനെ ഒരു സംഭവം വേണമെങ്കിൽ അവനോട് കൂട്ടുപിടിച്ചു. പിന്നെ എനിക്കിപ്പോ ഈ ലക്ഷ്മണൻ പിള്ളയുടെ കാര്യം ഓർക്കുമ്പോഴാണ്, ലക്ഷ്മണൻ പിള്ളയുടെ കുറച്ച് വോട്ടോടെ നടരാജന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഓക്കെ ആയി. പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പൊ അതിന് ഞാൻ ഇന്നലെ ലക്ഷ്മണൻ പിള്ളയായിട്ട് രാത്രിയിൽ ഒന്ന് ചെറുതായിട്ട് സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ലക്ഷ്മണൻ പിള്ളയ്ക്ക് ഇപ്പൊ ജയിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. പുള്ളിക്ക് ഇച്ചിരി കാശ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ സംസാരത്തിൽ നിന്ന് ഏതാണ്ട് 1 ലക്ഷം രൂപ കയ്യിൽ വേണം. അത് കിട്ടിക്കഴിഞ്ഞാൽ കുറെ വോട്ട് മറിച്ച് നമുക്ക് തരും. നടരായ ഒരു 1 ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ ഒരു 100-150 വോട്ടും കൂടെ നമുക്ക് ഇങ്ങോട്ട് മാറും. എന്ത് പറയണത്? അല്ല, അത് നല്ലൊരു ഐഡിയ ആണ്. കൊടുക്കാം. എനിക്ക് പ്രധാനമന്ത്രി ആയാൽ ഞാൻ കൊടുക്കാം. പ്രധാനമന്ത്രി അതൊക്കെ മതി. 1 ലക്ഷം രൂപ നീ തരില്ല. എനിക്ക് പ്രധാനമന്ത്രിയാണ് 1 അല്ല, ഞാൻ 2 ഞാൻ തരും. അത് നമുക്ക് പിന്നെ തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും. 1 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിക്കാൻ നോക്ക്. ഞാൻ ഇന്ന് തന്നെ ലക്ഷ്മണ പിള്ളയ്ക്ക് അത് എത്തിച്ചു കൊടുക്കാം. വോട്ടോട് നമുക്ക് ഇങ്ങോട്ട് മറിക്കാം. നാളെ നമുക്ക് വിജയം അങ്ങോട്ട് ആഘോഷിക്കാം. എന്ത് പറയണം? എന്താ പിന്നെ ഒരു കാര്യം ചെയ്യും. നീ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയിട്ട് പൈസക്കുള്ള ഏർപ്പെടേണ്ട. കൻസാർ വരും പൈസ വാങ്ങാം. പൈസ ഞാൻ അവിടെ വന്നിട്ട് വിളിക്കാം. നീ കാശ് എടുത്ത് പോയി. കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടായിരിക്കണം. ആരും അറിയില്ല. പിന്നെ ഞാൻ പോയിട്ട് അഭിഹിതത്തിന്റെ കാര്യം നോക്കാം. രീതിയിൽ ഒന്ന് അതൊക്കെ ഞാൻ ഏറ്റ്. എന്തെങ്കിലും സംശയം ഉണ്ട് അവനെ വിളിച്ചാൽ ഒന്ന് കൂടെ നിൽക്കാൻ പറയണം. ഇത് കോടാലി ആവൂടെ. അതെ, നീ പൈസ വാങ്ങിയിട്ട് ആദ്യം തന്നെ ഒരു 30,000 രൂപ സുരേന്ദ്രൻ മുതലാളിക്ക് കൊടുക്കണം. ഒരു കണക്കിടപ്പുണ്ട് അയാൾ എവിടെ. പിന്നെ ഒപ്പം ഒരു 20,000 രൂപ അന്ന് കൊച്ചിന് ഫീസ് കൊടുക്കാത്തതുകൊണ്ട് പ്രിൻസിന്റെ അപ്പൊ അതിന്റെ ആ മാല പണം എടുക്കാൻ ശ്രീ ഫൈനാൻസിൽ അടയ്ക്കണം. പോയിട്ട് ബാക്കി 50 രൂപ ഉണ്ട്. അത് കൃത്യമായിട്ട് ഇനി കൊണ്ടുവരണം. അതൊക്കെ കൊണ്ടുവരാം. പക്ഷേ അളിയാ, നീ എന്തോ ഒരു പറ്റിപ്പാളെ ഈ പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നു. എന്ത് പറ്റിപ്പ്? അതെ, രാഷ്ട്രീയത്തിൽ ഇച്ചിരി വളരണമെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. പൊട്ടൻ 5-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ച പ്രധാനമന്ത്രി ആവാം. ഇതൊക്കെ അവളോട് നീ അവനെ പഠിപ്പിച്ചു. അതുകൊണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പോയിട്ട് ആ പൈസ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ട് 50,000 രൂപ ബാക്കി ഇങ്ങോട്ട് കൊണ്ടുപോവാ. അളിയാ, അത് ശരി. 50 ഒരു 10 ഞാൻ എടുക്കും. 10 ഞാൻ എടുക്കും. എന്തിന്? ഒരു അത്യാവശ്യം അളിയാ. അല്ല, കുറച്ച് നീ എന്തോ പറഞ്ഞല്ലോ, ഇത് പറ്റിപ്പാണ്, കഷ്ടപ്പാടാണ്, മോശമാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ കുഴപ്പമില്ലല്ലേ? അളിയ എന്തായാലും പറ്റിക്കുന്നു. കൂടെ ഞാൻ ആടിയാലും കൂട്ടി നിൽക്കുന്നു. ഓ, പിന്നെന്തോ നന്നായിരിക്കുന്നു കേട്ടോ. അളിയ എന്താണ് ഞാൻ 10 എടുക്കും. പിന്നെ
10 എന്ന് പറഞ്ഞാൽ 10 എടുക്കാവൂ, അത് തിരിച്ചു വരുമ്പോൾ 15 ആവരുത് കേട്ടാ. അളിയ 10 എന്ന് പറഞ്ഞാൽ 10 ഞാൻ എടുക്കും. അല്ല, പലപ്പോഴും അങ്ങനെ അല്ല ഞാൻ കണ്ടിട്ടുള്ളത്. ഇല്ലളിയാ, ഞാൻ അതെ. ഈ എരുന്ന് തിന്നുന്നവനെ തുരത്ത് തിന്നുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, എന്റെ പൊന്നെ തുരപ്പ അളിയാ, അതങ്ങ് മാറ്റിക്കണം. ഓ പിന്നെ അവന് ഞാനത് നീ തുറന്നിട്ടില്ല. വാങ്ങിയപ്പോ സെന്റിമെന്റ്സും സഹതാപവും പാവം പോയിട്ടാ അവന്റെ മനസ്സ് പറഞ്ഞു പോയി കാശ് വാങ്ങിച്ചോളെ പോണേ. അതൊക്കെ ഞാൻ വാങ്ങിച്ചോണ്ട് വരും. എന്റെ ക്ലീറ്റസിൽ കോടാലിയായിട്ട് വന്നിട്ടുണ്ടായില്ല വീട്ടിൽ. പോകാൻ നേരത്തെ എനിക്ക് ചെയ്യാൻ പറഞ്ഞു. വല്ലതും മനസ്സിലായ? ആ, അതെന്താന്നാ ക്ലീറ്റോന്റെ ഒക്കെ പാർട്ടി വോട്ട് മറിച്ചു കൊടുക്കണ്. അതുകൊണ്ടാണ് ഇപ്പൊ ക്ലീറ്റോന്റെ പാർട്ടി എന്തായാലും ജയിക്കൂല. അവരുടെ വോട്ട് ഏണിക്ക് കിട്ടേണ്ട വോട്ട് അല്ലല്ല കോടാലിക്ക് കിട്ടേണ്ട വോട്ട് ഏണിക്ക് കൊടുക്കാൻ പറഞ്ഞതാ. നിങ്ങളാർക്കറിയണ? അമ്പിളിച്ചേട്ടൻ വന്നായിരുന്നാ? അമ്പിളിച്ചേട്ടനാണ് അറിയണ? ചിരി കണ്ടാൽ തന്നെ അമ്പിളിച്ചേട്ടന്റെ ചിരിയൊക്കെ നോക്കി ഇരിക്കണല്ലേ. ആ ചേട്ടൻ കല്യാണമൊക്കെ കഴിച്ചാട്ടാ. അതിനിപ്പോ എന്താ കല്യാണം കഴിച്ചേ? അത് കുഴപ്പമില്ല. ചിരിക്കണോ? അപ്പൊ നീയാടി രണ്ടിന്റെ നാടൻ നോക്കിക്കേ. അല്ലടി, അത് വന്ന് ചോദിക്കുമ്പോ എങ്ങനെയാണ് സ്നേഹമായിട്ട് വന്ന് ചോദിക്കുമ്പോ നേര് അമ്പിളിച്ചേട്ടൻ വീട്ടിലും വന്നിട്ടുണ്ടായി. എനിക്ക് അമ്പിളിച്ചേട്ടനെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ നടക്കൂല, ചെയ്യാൻ പറ്റൂല. ക്ലീറ്റോ അല്ല, ക്ലീറ്റോനെ അറിയാൻ പറ്റും. ക്ലീറ്റോ പാർട്ടിക്കാരനല്ലേ. അതിന്റെ അകത്തില്ലുമ്പോ നമുക്ക് ഇഷ്ടമുള്ളതല്ലേ ചെയ്യണത്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ലീറ്റോനെ ഉപേക്ഷിച്ചളയും. അതിനെങ്ങനെ അറിയാനാണ് ക്ലീറ്റൻ? ഇതൊക്കെ കെട്ടിയാൻ പറ്റിയ പോലെ ചേച്ചിയുടെ കെട്ടിയാൻ പണ്ട് ഇലക്ഷൻ നിന്നതല്ലേ. അതെന്താണ്ട് കഥയുണ്ടല്ലോ. പാർട്ടിയായിട്ട് പിണങ്ങി സ്വാതന്ത്ര്യനായിട്ട് നിന്നതാണ്. എല്ലാവരോടും ഇങ്ങനെ വോട്ട് ചെയ്യണോന്നും പറഞ്ഞ് നടന്നു. എല്ലാരും ചെയ്യാന്നും പറഞ്ഞ് എന്റെ സ്വർണ്ണം എല്ലാം ഊരിക്കൊണ്ട് വിറ്റ് നോട്ടീസ് അടിച്ച് വരുത്തി എല്ലായിടത്തും പറഞ്ഞ് എല്ലാരോടും പറഞ്ഞു. പക്ഷെ പുള്ളി തോറ്റു. അയ്യോടാ, പുള്ളിക്ക് ആകെ കിട്ടിയത് ഒരു വോട്ട് കിട്ടി. നീയും കൊടുത്തില്ലേ വോട്ട്? പുള്ളി തന്നെ ചെയ്ത വോട്ട്. നിനക്കെങ്കിലും കൊടുക്കായിരുന്നു അയാൾക്ക് ഒരു വോട്ട്. കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് അയാളെ കൊണ്ട് എന്താ പ്രയോജനം? കെട്ടിയാനല്ലേ. അയാളെ കൊണ്ട് ഒരു പ്രയോജനം. ചേച്ചിക്ക് ഒരു പേടിയുണ്ടായില്ലേ? വഴക്ക് പറഞ്ഞില്ലേ പുള്ളിക്കാരൻ? ഞാൻ ചതിച്ചെന്നും പറഞ്ഞ് എന്നോട് വറക്കിട്ട് ഇറങ്ങിപ്പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോ വന്നിട്ടും പിന്നെ വരാനായിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ നിക്കണ്ട, എന്റെ സ്വർണ്ണം കൊണ്ടല്ലാതെ ഇങ്ങോട്ട് തിരിച്ചു വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതെ, ചേച്ചിക്ക് നല്ല ധൈര്യം ഉണ്ടെന്നായാലും. വിക്കണ കൊട്ടെങ്കിലും കൊടുക്കേണ്ടതല്ലായിരുന്നു. നേര് അതുപോലും കൊടുത്തില്ല. ശരി, ചേട്ടൻ ചെയ്തില്ല. ശരിക്കും ചേച്ചി ആർക്കാ ചെയ്തത്? ഞാനാ ജയിച്ച ആളാണ് ചെയ്തത്. എന്താ ആള് നല്ലോണം ചിരിക്കുമായിരുന്നോ? നാടിനെങ്കിലും നല്ലതാണ്. അതുകൊണ്ട് നീയും ക്ലീറ്റൊന്നും ചെയ്യണ്ട. നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ നീയും ചെയ്യും. അയ്യോ വേണ്ട ചേച്ചി, പാവം ക്ലീറ്റോനെ പറ്റിക്കാൻ. അതിനറിയാൻ പോണേണ അതിന്. അല്ല, അറിയില്ലായിരിക്കും. എന്നാലും എനിക്കൊരു വിഷമമാണ്. എന്ത് വിഷമം? ഞാൻ ചെയ്യൂന്ന് വിചാരിച്ചിരിക്കും. പാവം. അത് ഇവിടെ ചെയ്ത പോലെ. അയ്യോ, ക്ലീറ്റോനെ പറ്റിക്കാൻ പറ്റൂല ചേച്ചി. അറിയാൻ പോണേണ അതിന് ക്ലീറ്റോ. അറിഞ്ഞില്ലെങ്കിലും വേണ്ട, ക്ലീറ്റോനെ ചെയ്യണം. നിനക്ക് ഇഷ്ടമുള്ളവർക്ക് അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ്? നേരത്തെ എത്തണേ. അയ്യോ ക്ലീറ്റോ പോലെ. എന്റെ കാർഡ് എവിടെ വെച്ചേക്കണേ? കാർഡ് എവിടെ വെച്ചേക്കണേ? നിന്റെ കാർഡ് ഇന്നലെ എടുത്തിട്ട് ആ പെട്ടിയുടെ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. വരുമ്പോ അവിടെ ഉണ്ടാവോ? ഞാനവിടെ പോവാൻ. പിന്നെ വോട്ട് ചെയ്യേണ്ട കാര്യം ഇനി ഞാൻ പറയണ്ടല്ലോ. നടരാജന് ചെയ്യരുത്. പിന്നെയും പറയും നടരാജന് ചെയ്യരുത്. നടരാജന് ചെയ്യണ്ടെങ്കിൽ പിന്നെ വോട്ട് ചെയ്യേണ്ടത് എന്റെ ഇഷ്ടമാണ്. നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ പറയാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. ഞാൻ ആവശ്യമില്ലാതെ രാവിലെ എന്നെ കൊണ്ട് ദേഷ്യം പിടിക്കരുത്. വെറുതെ തല്ലുപിടിക്കാൻ വരണ്ട. ഞാൻ അമ്പിളിച്ചേട്ടനേ ഉള്ളൂ. അമ്മ പിന്നെ വോട്ട് ചെയ്യാൻ ഇവിടെ കൂടെ വരൂലേ? പിന്നെ വോട്ടിടണ്ടേ? ഞാൻ വോട്ടിടാൻ വരും. അതെ, വോട്ടിടാനുള്ള ആർക്കും അറിയാല. നമ്മുടെ നടരാജൻ നമ്മുടെ ഇതിനകത്ത് നിൽക്കണത് അത് ചിഹ്നം കോടാലിയാണ്. അതിലിടണ്ട. ഏണി ലക്ഷ്മണൻ പിള്ളയുടെ ഏണിക്ക് വേണം നമുക്ക് വോട്ട് ചെയ്യാനുള്ള. ലക്ഷ്മണൻ പിള്ള ഏണി, ലക്ഷ്മണൻ പിള്ള ഏണി, ലക്ഷ്മണൻ പിള്ള ഏണി പഠിച്ചു വെച്ചാൽ. ബൾബിനാ ചെയ്യുള്ളൂ. അമ്മ ബൾബിന് ഞാൻ ബൾബ് പൊട്ടിച്ചോളാം. ബൾബ് നിങ്ങൾ ഇതിനിടെ അടി കൂടുന്നതിന് വോട്ടിടുന്നത് ഞാനല്ലേ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാനിടും. അമ്മ നമുക്ക് നമ്മുടെ നാടിന്റെ വികസനം വേണ്ടേ, നല്ലത് വരണ്ടേ നാടിന്. അതിന് നമ്മൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ലക്ഷ്മണൻ പിള്ളക്ക് വോട്ട് ചെയ്യണം. ഏണിയില്ല ഏണിയിൽ. ഓ ഒരുപാട് വികസനം ഉണ്ടാക്കും. അമ്പിളിച്ചേട്ടൻ നമ്മുടെ അമ്പിളിച്ചേട്ടൻ നിന്റെ അമ്പിളിച്ചേട്ടൻ നിന്റെ ആരടി? ഒരു അമ്പിളിച്ചേട്ടൻ ലക്ഷ്മണന്റെ ആര്? വലിയച്ഛന്റെ മോനാ? ലക്ഷ്മണൻ പിള്ള എനിക്ക് വേണ്ടപ്പെട്ട ആള് തന്നെ. അമ്പിളി എവിടെ നിന്ന് വന്ന അമ്പിളി എൻ്റെ കൂടെ പഠിച്ച് എനിക്കറിയാം. അവൻ വെറും തല്ലിപ്പൊളിയാണ്. അവനൊക്കെ വോട്ട് ചെയ്ത അമ്മ ഒരു ഗുണവുമില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. വെറുതെ വോട്ട് പാഴായി പോവും. ഈ നിൽക്കുന്ന 3 പേരെ എനിക്കറിയാം. അമ്പിളി കൊച്ചിലേ ഞാൻ കണ്ടതാ അവനെ. അതന്നെ കനകന്റെ കൂട്ടുകാരനായപ്പോ കനകന്റെ എന്തോരം സാധനം കട്ടോണ്ട് പോയവനാണ്. എന്താണ് ഇത്ര നിർബന്ധം?
വോട്ട് ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനകത്ത് ക്ലീറ്റോന് അധികാരം അതെ, ഈ പൊതുപ്രവർത്തന രംഗത്ത് വളരെ പാരമ്പര്യമുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നിങ്ങൾ രണ്ടാളും മനസ്സിലാക്കണം. നാടിന്റെ വികസനം, നാടിന്റെ നന്മ, അതിന് നമുക്ക് വേണ്ടപ്പെട്ടത് ആരാണ്? ലക്ഷ്മണൻ പിള്ള. ലക്ഷ്മണൻ പിള്ള ഇത് ക്ലീറ്റോന്റെ കള്ളത്തിലാണ്. ക്ലീറ്റോ പൈസ മേടിച്ചിട്ട് വോട്ട് മറിക്കണതല്ലേ? പൈസ പൈസ അതൊന്നും പറയരുത്. അതൊക്കെ നമ്മൾ വെറുതെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാകണം. പറഞ്ഞിട്ടും കാര്യമില്ല. ആ ചേട്ടൻ ആദ്യമായിട്ട് നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഞാൻ ആ ചേട്ടനെ ചെയ്യുള്ളൂ. തങ്കം, അവനെങ്ങാനും വോട്ട് ചെയ്തിട്ട് നീ ഈ വീട്ടിൽ വന്നാ? ഞാൻ വോട്ട് ചെയ്യണത് നിങ്ങൾ എങ്ങനെ അറിയാനാ? ഞാൻ അതൊക്കെ ഞങ്ങൾക്കറിയാം. ശരാശരിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്റെ പൊന്ന് ക്ലീറ്റസേ, നീ ഒന്ന് അടങ്ങ്. വോട്ടിടുന്നത് അവരവരുടെ അവകാശമല്ലേ? വോട്ടിടുന്നത് നിന്നെ കാണിച്ചോണ്ടാണ് അവർ വോട്ടിടാൻ പോണത്. ഞാനും അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ആവശ്യമില്ലാതെ എടുത്തുചാട്ടം കാണിക്കരുത്. ലക്ഷ്മണൻ പിള്ളയ്ക്ക് വോട്ട് ചെയ്യണം. ലക്ഷ്മണൻ പിള്ള ഏണി അടയാളത്തിൽ വോട്ട് ചെയ്യണം. കുട്ടൻ ബൾബ് അടയാളത്തിൽ ഞങ്ങൾ വോട്ട് ചെയ്യും. അങ്ങനെ എങ്ങാനും ചെയ്ത് അതിന്റെ അവസാനത്തെ വോട്ടായിരിക്കും. നല്ല സിനിമ നടനെ പോലെ ഇരിക്കുന്ന ചേട്ടൻ. അയ്യോ, നീ ഒരു ഫോട്ടോ എടുത്ത് എടേ കോമള, പിന്നെ എങ്ങനെയുണ്ട് അവിടുത്തെ കാര്യങ്ങള്? അടി നടക്കുവോ? അതെ, പ്രശ്നത്തിന് സാധ്യത ഉണ്ടല്ലേ? ഞാൻ ഇറങ്ങി. ഓ ഒരു കാര്യം ചെയ്യും. അതെ, ബൂത്തിന്റെ അങ്ങോട്ടൊന്നും വരണ്ട. അവിടെ ആടി നടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരണ്ട കേട്ടോ. നിങ്ങൾ വോട്ട് ചെയ്യാൻ വെറുതെ വന്ന് വെറുതെ സമയം കളയണ്ട. അവിടെ ചില പ്രശ്നമൊക്കെ നടക്കും കേട്ടോ. അപ്പൊ ഇവിടെ നിന്നാൽ മതി, വോട്ട് ചെയ്യണ്ട. ചുമ്മാതെ കള്ളം പറയുന്നത്. ഞാൻ പോവും. അവനെന്താ കള്ളം പറയും? ഞാൻ പോയി റെഡി ആവട്ടെ. ചുടി കഴിഞ്ഞിട്ട് പോവാന്നാ. തിരക്ക് പറയട്ടെ. ചുടി കഴിഞ്ഞിട്ട് ഉണ്ടാക്കി അവിടെ ഇടിയപ്പം ഉണ്ടാക്കി. എന്നാ പിന്നെ അത് വെച്ചിട്ട് വെയിൽ ഉദിക്കുന്നതിന് മുമ്പേ പോകണമെന്നായിരുന്നു ഞാൻ മനസ്സിൽ വിചാരിച്ചത്. എന്നാ ഞാൻ റെഡി ആവാം. ശരി, ഒന്ന് റെഡിയാവാം. പേനുണ്ടോ അമ്മേ? പേനുണ്ടാ അമ്മമ്മേ? പേനും ഈരേ ഉള്ളു. ഓ അതില്ലെന്തോ. തല കുലുക്കരുതേ, തല കുലുക്കരുതേ. പക്ഷെ എനിക്ക് ചൊറിയല്ലോ. ചൊറിയുന്നത് ഒരുപാട് പേനായി പോയത് കൊണ്ടാ. മുടിയൊക്കെ ഇങ്ങനെ വാരി ഉച്ചി പിടിച്ച് കെട്ടണം. അതല്ലേ എന്റെ കണ്ണിലൊരു ഈര് എറിച്ചു തന്നാ തോന്നുന്നു. അവളെ ഇതെന്തോടി നീ തല നോക്കത്തൊന്നു? അവളെന്റെ അടുത്ത് ഇരിക്കൂലല്ലോ തല നോക്കാൻ. അമ്മ വേദനിപ്പിക്കും. വലിച്ചല്ലേ അമ്മ മുടി പിടിക്കണേ? പിന്നെ മുടിയിൽ പിടിക്കാതെ പിന്നെ എങ്ങനെ പേനെടുക്കും? കൊച്ചിന്റെ തലയിൽ താളി തേച്ച് എണ്ണ തേച്ചൊക്കെ വേണം കുളിപ്പിക്കാൻ. ഞാൻ പറഞ്ഞേ എന്തോ ഒരു ഈരും പേനും ആയി. അമ്മേനോടേ പറഞ്ഞല്ലോ ഇവിടെ വന്ന് നിൽക്കാൻ. അത് പറ്റൂല. അമ്മ ഇന്നലെ ഇലക്ഷന്റെ റിസൾട്ട് അറിയണ ദിവസാ. ഇന്നാ? രാവിലെ പോയൊക്കെ ക്ലീറ്റോ പാവം. ആര് ജയിക്കുമായിരിക്കും അമ്മ? അമ്മയ്ക്ക് ആര് ജയിക്കുന്നത്? അമ്പിളി ജയിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മ അമ്പിളിക്കാണല്ലേ കുത്തിയത്? പിന്നെ അല്ലാതെ ഞാൻ അമ്പിളി കോച്ചിൽ കണ്ട ഇറക്കാനല്ല. പിന്നെ ഞാൻ കണ്ടിക്കണ്ടവരെ ഞാൻ കുത്തിയില്ല അമ്മേ. ക്ലീറ്റോ പറഞ്ഞ പോലെ ഞാൻ ആ ലക്ഷ്മണൻ ചേട്ടന് കൊടുത്തു. ക്ലീറ്റോ അത്രയും പറഞ്ഞല്ലേ, എനിക്ക് മനസ്സ് വന്നില്ല മാറ്റി കുത്താൻ. ഇനി ഇത് ഒന്നുമില്ലാതെ കണ്ടല്ലോ നടരാജനെങ്ങാനും ജയിച്ചാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കേ. ക്ലീറ്റോയും വീഴും നടരാജനും വീഴും അപ്പൊ തന്നെ. വലിയ അനക്കൊന്നുമില്ല കേട്ടോ. തോറ്റന്റെ ഭാവമാണല്ലോ. ഇങ്ങോട്ട് വാ. ജയിച്ചാലും ബഹളോ തോറ്റാലും ബഹളോ? തോറ്റിട്ട് തീരെ ബഹളില്ല. അതൊക്കെ നടത്തിക്കൊണ്ടോ? അതിനപ്പുറം നടത്തുന്നവനാ. അമ്പിളിച്ചേട്ടൻ ജയിച്ചാ? എന്താടേ മൗനം? സമാധാനമായല്ലോ എല്ലാരും അല്ലേ? സന്തോഷമായല്ലോ. എന്ത് കഷ്ടമെന്ന് പറയാ. മനസ്സ് വെച്ചപ്പോ എല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ചപ്പോ ഒരു നല്ലൊരു മനുഷ്യനെ തോപ്പിച്ചപ്പോ സമാധാനമായല്ലോ. ആരിപ്പോ നല്ല മനുഷ്യൻ? നടരാജനോ അതോ ലക്ഷ്മണൻ പിള്ളയോ? ഞാൻ നിന്നോടൊക്കെ എന്താ പറഞ്ഞേ? എന്താ നിന്നോട് ഞാൻ പറഞ്ഞ? ഞാൻ അമ്പിളിച്ചേട്ടൻ വോട്ട് ചെയ്തില്ല. അയ്യോ, നീ കൊള്ളത്രം പറയല്ലേ തങ്കം. നീ പറഞ്ഞോനെ തന്നെ അവള്. പിന്നെ അവള് ചെയ്യും. ഞാൻ അമ്പിളിക്കാ. അവളെ അമ്മയുടെ മോളല്ലേ? അവൾക്ക് തീരുമാനം കാണാ. ഇനി എന്തൊക്കെയാണ് ഈ നാട്ടിൽ സംഭവിക്കാൻ പോണേന്ന്? എന്തോ സംഭവിക്കാനാ? എന്തെങ്കിലും ഒരു വികസനം ഇവിടെ നടക്കും നോക്കട്ടെ. അല്ലെങ്കിൽ അവൻ നടത്താഞ്ഞു പറയട്ടെ. ഞാൻ അവനെ നടത്താൻ ഞാൻ സമ്മതിച്ചു കൊടുക്കാം അവനെ. ഇയാൾ അങ്ങോട്ട് ചെല്ലുമ്പോ അവന്റെ പാർട്ടിക്കാരവിടെ ചുമ്മാ കയ്യും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കും. ഞാനല്ല പോണത്, ഞാൻ പിള്ളേരെ ഇറക്കും വെളിയിൽ പിന്നെ ഇറങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ളവന്റെ സമാധാനം കളയാനായിട്ട്. ക്ലീറ്റോ അയാള് ജയിച്ച അയാള് പഞ്ചായത്തിൽ എന്തെങ്കിലും ചെയ്യണേന് നിങ്ങൾക്ക് എന്താ? അയാൾ പഞ്ചായത്തിൽ ഉണ്ടായി അവൻ. അവന് ഒരു രാഷ്ട്രീയ ബന്ധമില്ലാത്ത ഒരുത്തായി അവൻ. അവനെല്ലാം രാഷ്ട്രീയ പാരമ്പര്യമുള്ളവർക്ക് മാത്രമാണ് എല്ലാം ചെയ്യാൻ പാടുള്ളൂ. അല്ലേ, ഞാൻ ലക്ഷ്മണൻ പിള്ള എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു വന്നെങ്കിൽ എന്തെല്ലാം കാര്യം. കനകന്റെ ട്രാൻസ്ഫർ ഞാൻ പറഞ്ഞു വെച്ചിരുന്നതാണ്. അയാളെ വിളിച്ച് പറഞ്ഞ അപ്പൊ കിട്ടിയനെ അതും പോയി. ഇതിപ്പോ ഇത് കിട്ടുമോ നമുക്ക് നോക്കാം. എന്തായാലും അമ്പിളി ജയിച്ചിരിക്കല്ലേ. അയാൾക്ക് അർഹതയുണ്ട്, അയാള് ജയിച്ചു. അതെ, ഇതിപ്പം നിങ്ങൾ എല്ലാരും കൂടെ എന്നെ തോപ്പിച്ചെന്ന് വേണം പറയാൻ.
പിന്നെ ഞങ്ങൾ മനസ്സ് വെച്ചോണ്ടാണല്ലോ തോറ്റത്. ഇങ്ങനെയൊക്കെ തന്നെ വേണോടി. സ്വന്തം കെട്ടിയൊരു കാര്യം പറഞ്ഞിട്ട് അത് അനുസരിക്കാം. ഞാൻ ചെയ്തില്ല ചേട്ടന്. തങ്ക നീ പറയരുത്, നീ അത് പറയരുത്. ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇതെല്ലാം ഞങ്ങൾ കണക്കൂട്ടി ബൂത്തിന്റെ അവിടെ ഇരുന്ന് ഞങ്ങൾ നോക്കി ഏതൊക്കെ വോട്ട് എങ്ങനെയൊക്കെ മാറും എന്നുള്ളതെല്ലാം. പലരും ക്ലീറ്റോൻ എന്റെ കൂടെ അകത്ത് വന്ന് നോക്കാറില്ല. ഞാൻ അതൊന്നും വേണ്ട, നിന്റെ മനസ്സ് പഠിക്കാനൊക്കെ എനിക്കറിയാം. ചതിയായി പോയി. കുടുംബത്തിൽ നീ ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ചതിക്കുന്നു കണക്കായി പോയി ചതിച്ചെങ്കിൽ. ആവോടി, നിനക്ക് സന്തോഷമായി എനിക്കറിയാം. ഭയങ്കര സന്തോഷം. തന്നെ അവന്റെ പേര് പറയുമ്പോഴേ നിനക്ക് ഭയങ്കര എന്റെ വീടാണ്. ഇവിടെ ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ. ക്ലീറ്റോ കേട്ടാ, അടികളെ കണ്ടാ നീ? കണ്ടടാ. നിന്റെ പോലെ 3-4 2 അടികളല്ലടാ, ലക്ഷം പിന്നാലെ കണ്ടാ. നീ എന്റെ അടുത്ത് എന്തോന്ന് പറഞ്ഞ് നീ എന്നെ തോപ്പിക്കുമെന്ന്, നീ എന്നെ തോപ്പിച്ചു കളയെന്ന് പറഞ്ഞല്ല. ഇപ്പൊ ആരാ തോറ്റത്? അത് വെറുതെ പറഞ്ഞതാണ്. വെറുതെ ഒന്നുമല്ല. അമ്മയ്ക്ക് അറിയാമോ? തങ്കത് കേള്. അമ്മയ്ക്ക് തങ്കത്തിന് നിന്റെ ഒന്നും കേക്കണം. ഇവ എന്തെല്ലാം ദ്രോഹം എന്റെ അടുത്ത് ചെയ്യുന്നറിയാമോ? അമ്മ, ഞാൻ പോസ്റ്റ് ഒട്ടിച്ചിട്ട് പോകുമ്പോ അവരെ ബാക്കിൽ നിന്ന് കയറി എല്ലാം കീറിക്കൊണ്ടുവന്നു ഇവനും എന്റെ 3-4 അണികളും ചേർന്ന്. അത് പോട്ടെ, എന്നിട്ട് എന്നെ കുറിച്ചുള്ള അനാവശ്യം മൊത്തം ആ നാട് നീളെ പറഞ്ഞു നടന്നു. എന്ത് അനാവശ്യമാണ് ഞാൻ നിനക്ക് എന്ത് തെറ്റ് ചെയ്ത് പറ. നീ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലേ അമ്പിളി. പറ, എന്താണ് കാര്യം എന്ന് പറ. അമ്പിളിച്ചേട്ടാ, അത് ക്ലീറ്റോ നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരുന്നു. നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്റെ അടുത്ത് സംസാരം, നീ അവളോട് ചൂടാവും. എന്റെ ഭാര്യയാണ്, ഞാൻ ചൂടാവും, ചിലപ്പോ തല്ലും. എന്റെ അടുത്തല്ല സംസാരം, അപ്പൊ നീ എന്റെ അടുത്ത് സംസാരിച്ചേ. നിന്റെ അടുത്ത് സംസാരിക്കുന്ന സൗകര്യങ്ങളാ. നീ പറ, ഞാൻ എന്ത് തെറ്റാണ് നിന്റെ അടുത്ത് ചെയ്തെന്ന് പറ. ഞാൻ പറയണോടാ? പറ. നീ എന്നോട് ചെയ്ത ദ്രോഹം നിനക്ക് ഓർമ്മയില്ല അല്ലേടാ? എന്തോന്ന് ഓർമ്മ? നീ എന്നോട് കാണിച്ച് തെണ്ടിത്തരം നിനക്ക് ഓർമ്മയില്ലടാ? എടാ പറ, എനിക്ക് ഓർമ്മയില്ലാത്തോണ്ടല്ലേ ഞാൻ പറയാം. നീ പറ, എന്താണ് ചെയ്തതെന്ന് പറ. 9 ബിയിൽ വെച്ച് നീ എന്നോട് കാണിച്ചത് നിനക്ക് ഓർമ്മയില്ല അല്ലേടാ? അമ്പിളി പോട്ടാ. 9 ബി? അയ്യോ, അവന് 9 ബി ഒന്നും അറിഞ്ഞൂടല്ലേ? 9 ബി പഠിക്കുമ്പോ നീ തങ്കത്തിന് ലവ് ലെറ്റർ കൊടുത്തില്ലടാ? അതെങ്ങനെ നിനക്ക് കിട്ടും? എങ്ങനെ കിട്ടുവാടി? ലവ് ലെറ്റർ ആരെ കൊടുത്തെന്നറിയാമോ നിനക്ക് തരാൻ? എന്റെ കയ്യിൽ. അലവനാതി, നീ നോക്കിക്കോ. ഇനി നീ ഇവിടെ മെമ്പറായി നിന്റെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുകയാണ് കേട്ടാ. ഇങ്ങനെ ഒരു വൃത്തിയായിട്ടവനാണ് നീയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കണമെന്ന് ഓർമ്മിച്ചോ. ഇറങ്ങി പോടാ. ഞാൻ പോവാൻ തന്നെ ഇവിടെ താമസിക്കാലോ, പോവാൻ തന്നെ. ഞാൻ ഇവിടെ എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നീ എന്താണെന്ന് നോക്കിക്കോ. നിനക്ക് ഇനി മുതല് നിന്റെ ശത്രു ഞാനായിരിക്കും. നീ ഒരു കാര്യം ആലോചിച്ചോടാ, എന്റെ ശത്രു നീയാണ്. നീ മാത്രമാണ് ഇവിടെ എന്റെ ശത്രു. മാമന്റെ കൊണ്ടുപോടാ. കാണിച്ചോടാ ഞാൻ. കേട്ടാ സൗണ്ട് കേട്ടാ? കൊണ്ടുപോടാ. എടുത്തു പോടാ. കളികളെ കൊണ്ട് പോയില്ല. അതെ, ഇത്രയും നാല് ക്ലീറ്റോയ്ക്ക് രാഷ്ട്രീയത്തിൽ ഒരു ലക്ഷ്യമില്ലായിരുന്നു. ഇനി ക്ലീറ്റോയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. അത് ഈ അമ്പിളിക്കുട്ടനായിരിക്കും. അമ്പിളിക്കുട്ടൻ. Versus Alien.